അടുത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ എലമെന്റ് ഓഫ് കോസ്റ്റ് ആണ് തൊട്ട് മുമ്പേ പറഞ്ഞത്. എലമെന്റ് ഓഫ് കോസ്റ്റിൽ 3 കാര്യങ്ങളേ ഉള്ളൂ. എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. അത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സബ് ക്ലാസിഫിക്കേഷനും കൂടെ വരുന്നുണ്ട്. ഇനി കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, പല രീതിയിൽ നമുക്ക് കോസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഫംഗ്ഷൻ്റെ ബേസിൽ അല്ലെങ്കിൽ അതിൻ്റെ ടൈം പീരീഡിൻ്റെ ബേസിൽ. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ വേരിയൻസ് ഫ്ലെക്സിബിൾ ആണോ, ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നുണ്ടോ, അത്തരത്തിൽ പല ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പം അതാണ് നമ്മൾ ഇന്നിവിടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ refers to the process of grouping cost according to their common characteristics such as nature of expense, function, variability, controllability, normality. It can be done on the basis of time, their relation with the product and accounting period. It is also made for the planning and the controlling and the decision making. അപ്പോൾ പല രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോളബിലിറ്റി, നോർമാലിറ്റിയുടെ ബേസിലോ പീരീഡിൻ്റെ ബേസിലോ ഒക്കെ നമുക്ക് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ഫസ്റ്റ് എന്താണ് പറയുന്നത്, ബൈ നേച്ചർ ഓഫ് എക്സ്പെൻസ്. എന്താണ് പ്രധാനമായിട്ട് വരുന്ന എക്സ്പെൻസസുകൾ ഇൻകോർഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു ക്ലാസിഫിക്കേഷൻ പറയുവാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച എലമെന്റ് ഓഫ് കോസ്റ്റിൻ്റെ ഒരു സെയിം കേസ് തന്നെയാണ് ഇവിടെയും നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഞാൻ എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. മെറ്റീരിയൽ, ലേബർ, കോസ്റ്റ്. മെറ്റീരിയൽ, ലേബർ, കോസ്റ്റ്, ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ഓവർ ഹെഡായിട്ട് പറയാം. ഇത് മൂന്നുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈ നേച്ചർ ഓഫ് എക്സ്പെൻസസിൻ്റെ ബേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ 3 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെറ്റീരിയൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ലേബർ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, കോസ്റ്റ് അഥവാ ഓവർ ഹെഡുകളും നമുക്ക് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് പറയാം. സോ ബൈ നേച്ചർ ഓഫ് എക്സ്പെൻസ് നമ്മൾ ഓൾറെഡി എലമെന്റ് ഓഫ് കോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാൻ. സോ നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോവാം. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താണ്, ഫംഗ്ഷൻ്റെ ബേസിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്താൽ നമുക്ക് ഏതൊക്കെ ഹെഡിൽ കൊടുക്കാം. പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. 4 എണ്ണമാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. So first one, production cost. It begins with the process of supplying material, labor, services and ends with the primary packing of finished products. അപ്പോൾ ഇവിടെ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് പഠിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങളൊന്ന് മൈൻഡിൽ വയ്ക്കുക. ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത് ആ റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്നത് മുതൽ അത് കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തുന്നത് വരെ എന്തൊക്കെ സ്റ്റേജസ് ഉണ്ടോ, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് അത് പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജസിലും ഉണ്ടാവുന്ന കോസ്റ്റുകളെ നമ്മൾ ഓരോ പേരിട്ട് നമ്മൾ വിളിക്കും. ഇപ്പോൾ പ്രൊഡക്ഷൻ ഏരിയാസിൽ വരുന്ന കോസ്റ്റ് ആണ് എങ്കിൽ ഈ റോ മെറ്റീരിയൽ എല്ലാം നമ്മൾ മേടിച്ച് ലേബർ ഫോഴ്സിൻ്റെ ഹെൽപ്പോട് കൂടെ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി എടുക്കുവാണ്. ഓക്കെ, ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി എടുത്താൽ ആ ഒരു സ്റ്റേജസിൽ നമുക്ക് വരുന്ന കോസ്റ്റ് നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് വിളിക്കാം. അത് പർട്ടിക്കുലർ പ്രാക്ടിക്കലി അതവിടെ പ്രൊഡ്യൂസ് ചെയ്യുവാണ്. പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ കൈ വെച്ചിരുന്നാൽ മാത്രം മതിയോ, അല്ലെങ്കിൽ ഫാക്ടറിക്കകത്ത് അടുക്കി വെച്ചിരുന്നാൽ മാത്രം മതിയോ? ഇല്ല. ദെൻ നമുക്കതിന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർഗനൈസേഷനിൽ കുറേ കാര്യങ്ങളുണ്ട്. അതെന്ത് ചെയ്യണം, കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിക്കുക എന്ന് പറയുന്ന അടുത്ത കടമ്പയുണ്ട്. അപ്പം ഓഫീസ് പരമായിട്ടുള്ള, മാനേജ്മെൻറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവിടെയും അതുമായി ബന്ധപ്പെട്ട ഡിസിഷൻസും പോളിസീസും എടുക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയും കോസ്റ്റ് ആവുകയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണം, അവിടെയും കോസ്റ്റ് ആവുകയാണ്. ദെൻ അത് കഴിഞ്ഞിട്ടാണെങ്കിലോ നമുക്ക് വീണ്ടും ഇത് സെല്ല് ചെയ്യണം. സെല്ല് ചെയ്ത് കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്വർടൈസിങ് അല്ലെങ്കിൽ പാക്കിങ് പോലെയുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ, സെയിൽസ് പ്രൊമോഷൻ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ എന്താണ് എക്സ്പെൻസസ് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അവിടെയും പലതരത്തിലുള്ള കോസ്റ്റുകൾ ഇൻകോർഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ ഫംഗ്ഷൻ്റെ ബേസിൽ കോസ്റ്റ്. അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ടും അവിടെ എന്താണ്, അവിടെയും ചിലവുകളുണ്ട് അല്ലേ. അപ്പം ആ ഒരു പ്രോഡക്റ്റ് കൺസ്യൂമറിൻ്റെ കയ്യിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തിക്കുന്നത് വരെയുള്ള പല ഫങ്ഷൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അത് ആ കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു
പ്രോസസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസുകളെ 4ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. അതായത് നമുക്കൊരു പ്രൊഡക്ഷൻ ഫങ്ഷൻ കാണും. പ്രൊഡക്ഷൻ ഏരിയാസിൽ നമുക്ക് കോസ്റ്റ് എൻകോഡ് ആവും. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ, മാനേജ്മെൻറ്റ് ഏരിയാസിൽ എന്തുണ്ടാവും? കോസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നൊരു ഡിസിഷൻ എടുത്താൽ മാത്രം പോരാ, അത് സെല്ലിങ്ങും ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ സെല്ലിംഗ് ഏരിയയിലും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലും നമുക്ക് വീണ്ടും അവിടെ എക്സ്പെൻസസ് ഇൻകേർഡ് ആവുന്നു. സോ ഇത് 4ഉമാണ് നമ്മൾ ബേസിസ് ഓഫ് ഫങ്ഷൻസിൻ്റെ ബേസിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലേ. 4 ഫംഗ്ഷനാണ്. എന്തൊക്കെയാണ് 4 ഫംഗ്ഷൻ? പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിങ്, ഡിസ്ട്രിബ്യൂഷൻ. ഈ 4 ഏരിയയിലും അവിടെ എന്തുണ്ടാവുന്നുണ്ട്? കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സോ ഫംഗ്ഷൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. So production cost, it begins with the process of supplying material, labor, service and ends with the primary packing of finished products. Primary packing. പിന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ അങ്ങോട്ട് പോകുമ്പോൾ പാക്കിംഗ് ഒക്കെ വരും. പക്ഷേ പ്രൈമറി പേക്കിംഗ് ചെയ്ത് വിടുന്നത് വരെ നമുക്ക് എവിടെയാണ്? പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, ഇറ്റ് ഈസ് അഗ്രിഗേറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഫോർമുലേറ്റിംഗ് പോളിസി, ഡയറക്റ്റിംഗ് ദ ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോളിംഗ് ദ ഓപ്പറേഷൻ ഓഫ് അണ്ടർടേക്കിംഗ്. അല്ലേ, നമുക്ക് പ്രൊഡക്ഷൻ വർക്ക് മാത്രമല്ല, അതെങ്ങനെ സെയിൽ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ പോളിസീസ് എന്തൊക്കെയാണ്, ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അടുത്ത കാര്യങ്ങളിലോട്ട് കടക്കാൻ. എങ്ങനെ സെല് ചെയ്യണം, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തല്ലേ. സോ അപ്പോൾ അവിടെയും നമുക്ക് കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. സോ സെല്ലിംഗ് കോസ്റ്റ് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഇൻ പ്രൊമോട്ടിംഗ് സെയിൽസ് ആൻഡ് റീറ്റേണിംഗ് കസ്റ്റമേഴ്സ്, advertising, sales commissions and salaries, sales office expenses and shipping charges. ഇതെല്ലാം എവിടെ വരും? ഈ പറയുന്ന ഏരിയാസിൽ വരില്ലേ? വരും. അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ തന്നെ അതർ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ സെയിൽ ചെയ്ത് പോവുള്ളൂ. സോ അത് അവിടെ വരുന്ന സെല്ലിംഗ് എക്സ്പെൻസസ് ആണ്, അല്ലെങ്കിൽ സെല്ലിംഗ് കോസ്റ്റ് ആണ്. Then distribution cost, it begin with the process of making packed products available for dispatch and ends with the making reconditioned returned empty package available. നമ്മൾ എന്താണ് ഇവിടെ എന്ത് ചെയ്യണം? അവിടെ അൾട്ടിമേറ്റ് കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തിക്കുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നതും അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടാസ്ക് ആണ്. അവിടെയും നമുക്ക് എന്തുണ്ടാവും? ഈ പറയുന്ന കോസ്റ്റുകൾ നമുക്കവിടെ ഉണ്ടാവും. ഡെസ്പാച്ചിങ് കോസ്റ്റുകൾ നമുക്കവിടെ ഉണ്ടാകും. അപ്പോൾ ഇത് 4ഉമാണ് ഫങ്ഷൻ്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് വേരിയബിലിറ്റിയുടെ ബേസിൽ കോസ്റ്റിനെ എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. വേരിയബിലിറ്റി വേരി ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. സോ ബൈ വേരിയബിലിറ്റി, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് വേരിയബിലിറ്റിയുടെ ബേസിൽ കോസ്റ്റിനെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ് വേരിയബിലിറ്റിയുടെ ബേസിൽ? ഫിക്സഡ്, വേരിയബിൾ ആൻഡ് തേർഡ് വൺ സെമി വേരിയബിൾ. സോ പേരിൽ തന്നെ ഉണ്ടല്ലേ ഫിക്സഡ്. യെസ്, it tend to remain unaffected by the variation on or changes in the volume of output such as supervision salary, rent, tax, depreciation, etc. ഞാൻ വേരിയബിളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ ഒന്ന് ഒരുമിച്ച് പഠിക്കാം. It tends to vary directly with the volume of output such as direct material, direct labor and direct expense. അതായത് വേരിയബിലിറ്റിയുടെ ബേസിൽ നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും നമുക്ക് വിളിക്കാം. ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പ്രൊഡക്ഷൻ നടന്നാലും നടന്നില്ലെങ്കിലും എന്താണ് അവിടെ നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ടാവും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചേഞ്ച് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഞാനിപ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടിയിട്ടിരിക്കുവാണ്. ഓക്കെ, എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ അതിന് റെൻറ്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി നോമിനൽ ചാർജ് വരും, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് വരും. സോ പ്രൊഡക്ഷൻ നടന്നാലും നടന്നില്ല എങ്കിലും എന്താണ് എനിക്ക് ആ ഒരു എമൗണ്ട് ഓഫ് കോസ്റ്റ് അവിടെ എന്തുണ്ടാവും? അവിടെ ഫിക്സഡ് ആണ് അല്ലേ. ഞാൻ പൂട്ടിയിട്ടിരുന്നാലും എനിക്ക് റെൻറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ താമസിച്ചില്ലെങ്കിലും പ്രൊഡക്ഷൻ നടത്തിയില്ലെങ്കിലും എനിക്ക് റെൻറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ. ഫിക്സഡ് ആണ്. സോ റിമൈൻ അൺഅഫക്റ്റഡ് ബൈ ദ വേരിയേഷൻ ഓർ ചേഞ്ചസ് ഇൻ ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. അവിടെ കുറച്ച് 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 400 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എനിക്ക് റെൻറ്റ് കൊടുത്തേ പറ്റും. അയ്യോ ഞാൻ വളരെ കുറച്ച് പ്രൊഡക്ഷൻ നടത്തില്ല അതുകൊണ്ട് റെൻറ്റ് കുറച്ച് തരണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചേഞ്ച് ഇൻ വോളിയം ഓഫ് ഔട്ട്പുട്ട്, അവിടെ ഔട്ട്പുട്ട് എങ്ങനെ ചേഞ്ച് ചെയ്താലും എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഫിക്സഡ് ആയിട്ട് ഈ പറയുന്ന എക്സ്പെൻസസുകൾ
ഉണ്ടാവും. ഇപ്പം നമ്മൾ ഉപയോഗിക്കാതെ മെഷീനറി ഇട്ടാൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഉപയോഗിച്ചില്ലെങ്കിലും അതിന് തേയ്മാനം സംഭവിക്കാം ഇല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചേഞ്ച് ഇൻ വോളിയം ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൻ്റെ വോളിയം മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യില്ല, മാറില്ല. ഇതിങ്ങനെ പർട്ടിക്കുലർ ലെവൽ വരെ ഇതിങ്ങനെ ഫിക്സഡ് ആയിട്ട് തന്നെ ഇരിക്കും. അത്തരത്തിലുള്ള കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റ്. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് റെൻ്റാണ്. റെൻ്റ്, ടാക്സ്, സൂപ്പർവിഷൻ, സാലറി, ഇതൊക്കെ എന്താണ് നമുക്ക് ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ളത്? നമുക്ക് റെൻ്റാണ് പറയാൻ പറ്റുന്നത് അല്ലേ. പ്രൊഡക്ഷൻ നടന്നാലും നടന്നില്ലെങ്കിലും റെൻ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ. ദെൻ അടുത്ത വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് മാറ്റം വരുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വേരി ചെയ്യുന്ന കോസ്റ്റാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഇനി ഒരു 5 യൂണിറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് കൂടുതൽ എലമെൻറ്റ്സ് അവിടെ വരും അല്ലേ. എന്താണ്, മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് പോലെയുള്ള എന്താണ് എലമെൻറ്റ്സ് അവിടെ എനിക്ക് ആഡ് ചെയ്താൽ മാത്രമേ എൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന ആരോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രൊഡക്ഷനോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണ്. പ്രൊഡക്ഷൻ കൂടുതൽ വേണമെങ്കിൽ വേരിയബിൾ കോസ്റ്റ് കൂടുതലാവും. എന്തുകൊണ്ടാണ്? 10 പേന പ്രൊഡ്യൂസ് ചെയ്തെടുത്ത് ഞാൻ 20 പേന പ്രൊഡ്യൂസ് ചെയ്യാൻ എൻ്റെ പ്രൊഡക്ഷൻ ഞാൻ കൂട്ടാൻ തീരുമാനിക്കുന്നു. വെറുതെ അങ്ങ് കൂട്ടാൻ പറ്റുമോ? പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയലും ലേബറും എക്സ്പെൻസും അവിടെ ചിലവാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രൊഡക്ഷൻ കൂടുകയുള്ളൂ. സോ വേരിയബിൾ കോസ്റ്റ് ആരോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്? പ്രൊഡക്ഷനോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യും, തിരിച്ചും പറയാം, പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം ആരും ചേഞ്ച് ചെയ്യും, വേരിയബിൾ കോസ്റ്റും ചേഞ്ച് ചെയ്യും. അനങ്ങാതിരിക്കുമോ? ഇല്ല. കാരണം ഇവിടെ നമ്മൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു കേസ് പറയുവാണെങ്കിൽ ഞാൻ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എനിക്ക് റെൻറ്റ് ഒരേ എമൗണ്ട് കൊടുത്താൽ മതി. ഞാൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കരുതി എനിക്ക് റെൻറ്റ് അവിടെ കൂടുതൽ ആ മാസം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് ഫിക്സഡ് ആണ്. അതുകൊണ്ടാണ് അവിടെ എടുത്തു പറഞ്ഞത് ഇറസ്പെക്റ്റീവ് ഓഫ് ചേഞ്ചിങ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അവിടെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ഒരു ലെവലിൽ, ഒരു പർട്ടിക്കുലർ ലെവൽ വരെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, നിൽക്കുക. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. വേരിയബിൾ കോസ്റ്റ് എങ്ങനെയാ? വേരിയബിൾ കോസ്റ്റ് ടെൻഡ് ടു വേരി ഡയറക്ട്ലി വിത്ത് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. എനിക്ക് കൂടുതൽ ഔട്ട്പുട്ട് വേണോ, എനിക്ക് കൂടുതൽ വേരിയബിൾ ഇൻപുട്സ് ഞാൻ ആഡ് ചെയ്യണം. വേരിയബിൾ ഇൻപുട്സ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ ആവാം, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം ഞാൻ ആഡ് ചെയ്താലേ എൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുള്ളൂ, കൂടുകയുള്ളൂ. സോ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്ന ആളാണ് ആര്, വേരിയബിൾ കോസ്റ്റ്. എന്നാൽ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നതനുസരിച്ച് വേരി ചെയ്യാതെ അൺഅഫക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ആര്, ഫിക്സഡ് കോസ്റ്റ്. ഇനി ഇതിൽ രണ്ടിലും പെടാത്ത ഒരാളുണ്ട് കേട്ടോ, സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും. അതായത് ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ഫിക്സഡ് ആയിരിക്കും, പിന്നെ വേരി ചെയ്യും. ഇറ്റ്സ് പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. ഇറ്റ് വേരീസ് certain levels and also remain fixed at other levels of activity as telephone exchange, electricity charges etc. നമുക്കറിയാം ഈ ഇലക്ട്രിസിറ്റി ചാർജസും ടെലിഫോൺ ചാർജസിൻ്റെ പ്രത്യേകത എത്രയാണ്? നമ്മൾ യൂസ് ചെയ്താലും ചെയ്തില്ല എങ്കിലും നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് എന്തായാലും വരും. സീറോ പേയ്മെൻറ്റ് എന്തായാലും അല്ല, ഒരു ഫിക്സഡ് എമൗണ്ട്. നമ്മൾ ആ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് വരും. ഈ ഒരു ഫിക്സഡ് എമൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എന്തായിരിക്കും? നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നു അതിൻ്റെ ബേസിലായിരിക്കും. പണ്ടാണ് നമുക്ക് ഈ ടെലിഫോൺ ചാർജസ് ഒക്കെ പറയാൻ പറ്റും. ഇപ്പോഴൊക്കെ ആ ഒരു ഫെസിലിറ്റീസൊക്കെ എന്നാണ് ഒത്തിരി അങ്ങ് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇലക്ട്രിസിറ്റി നമുക്ക് ഇപ്പോഴും എന്താണ്, നമ്മൾ ഡയറക്റ്റ്ലി എന്താണ് ഈ പറയുന്ന പോലെ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് വരെ ഒരു മിനിമം ചാർജ് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ്, നമ്മൾ എത്രത്തോളമാണോ നമ്മൾ പവർ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് അതിൻ്റെ ചാർജസ് ഈടാക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് സെമി വേരിയബിൾ? കംപ്ലീറ്റ്ലി വേരിയബിൾ ആണോ? അല്ല, ഒരു പർട്ടിക്കുലർ ലെവൽ വരെ എന്താണ് ഫിക്സഡ് തന്നെയാണ്. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും ആ ഒരു മിനിമം ചാർജ് നമ്മൾ കൊടുക്കണം. പിന്നെ ആ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്, നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ചാർജ് ഈടാക്കുന്നത്. സോ അതുകൊണ്ട് പാർട്ട്ലി ഫിക്സഡും പാർട്ട്ലി വേരിയബിളും എന്നുള്ള ഒരു ടേം അവിടെ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം, ദിസ് ഇസ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് നമുക്കതിനെ ടേം ചെയ്യാം. അപ്പോൾ ബൈ വേരിയബിലിറ്റി എന്തൊക്കെയാണ്? വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ദെൻ സെമി വേരിയബിൾ കോസ്റ്റ്. ദെൻ അടുത്ത് നമുക്ക് നോക്കാം ബൈ കൺട്രോളബിലിറ്റി.
കൺട്രോളബിൾ കോസ്റ്റും ഉണ്ട്, അൺകൺട്രോളബിൾ കോസ്റ്റും ഉണ്ട്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് എ സ്പെസിഫൈഡ് മെമ്പർ ഓഫ് ആൻ അണ്ടർടേക്കിംഗ്. കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസിനെ കൊണ്ട് നമുക്ക് എംപ്ലോയീസിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ എബിലിറ്റിയിൽ കുറയ്ക്കാൻ സാധിക്കുന്ന കോസ്റ്റുകൾ ഉണ്ടായിരിക്കും, അല്ലേ? ഇപ്പം നമുക്ക് മെറ്റീരിയൽ എല്ലാം നമുക്ക് ഫെയർ പ്രൈസിന് മേടിക്കാം, വേസ്റ്റേജ് കുറയ്ക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസിനെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റുന്ന കോസ്റ്റുകളുണ്ട്. അതാണ് കൺട്രോളബിൾ കോസ്റ്റ്. അതായത് എന്താണ് ആ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് ഇൻകോർഡ് ആവാനും ആവാതിരിക്കാനും എന്തുണ്ട്, അവിടുത്തെ എംപ്ലോയീസിൻ്റെ കയ്യിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിസിഷൻ ഇരിക്കുന്നത്. അൺകൺട്രോളബിൾ കോസ്റ്റ് ഉണ്ട്. ഇറ്റ് കനോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് എ സ്പെസിഫൈഡ് മെമ്പർ ഓർ അണ്ടർടേക്കിംഗ്. ദ ബിസിനസ് മാനേജർ ഡസ് നോട്ട് ഹാവ് ദ കൺട്രോൾ ഓവർ ഹൗ ടു ദീസ് കോസ്റ്റ് ആർ ഇൻകോർഡ്. മുകളിൽ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ ബിസിനസ്മാൻ അറിയാം, അല്ലെങ്കിൽ ആ ഒരു സൂപ്പർവൈസർ അറിയാം എങ്ങനെ ആ എംപ്ലോയീസിനെ കൊണ്ട് ആ കോസ്റ്റ് കൺട്രോൾ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ വേസ്റ്റേജ് ഉണ്ടാവാതിരിക്കണം. ഓർഗനൈസേഷൻ ആ ഒരു ഡിസിഷൻ എടുത്ത് അത് മാറ്റാൻ സാധിക്കും. പക്ഷേ ഒരു ഓർഗനൈസേഷൻ്റെ കയ്യിൽ നിൽക്കാത്ത ചില കോസ്റ്റുകളുണ്ട്. കാരണം അവർ പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുത്തുകൊണ്ടോ പ്രോപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്തുകൊണ്ടോ മാറാത്ത ചില കോസ്റ്റുകളുണ്ട്. അത്തരത്തിലുള്ള കോസ്റ്റുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പേരിൽ തന്നെയുണ്ട്, അൺകൺട്രോളബിൾ. നമ്മുടെ കയ്യിലല്ല അത്, അല്ലേ? അൺകൺട്രോളബിൾ കോസ്റ്റ്. എക്സാമ്പിൾ പറയാം. ദ റെന്റ് ഓഫ് ദ കമ്പനീസ് യൂണിറ്റ് ദാറ്റ് ദ കമ്പനി നീഡ് ടു പേ, ഹെൻസ് ഫിക്സഡ് കോസ്റ്റ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കാറ്റഗറി ഓഫ് അൺകൺട്രോളബിൾ കോസ്റ്റ്. അപ്പം ഇവിടെ റെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റെന്റ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ആ ഒരു മാറ്റർ ഇവിടെയും വരുന്നുണ്ട്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും വേരിയബിൾ കോസ്റ്റിനെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മെറ്റീരിയൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം, ലേബേഴ്സിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം. അത്തരത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസിനെ കൊണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ റെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് റെൻറ്റ് ഒരു ഫിക്സഡ് എമൗണ്ട് നമുക്ക് കൊടുത്തേ പറ്റൂ. നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് റെൻറ്റ് കുറച്ച് കൊടുക്കാൻ പറയുമോ? ഇല്ല. നമുക്ക് ഒരുപാട് എക്സാമ്പിൾ അതിൽ പറയാം. പക്ഷെ ഇവിടെ റെൻറ്റ് എന്നുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റിലവൻസ് ഇത്രയേ ഉള്ളൂ. എന്താണ്, നമുക്കവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കവിടെ പ്രൊഡക്ഷൻ കൂട്ടിയാലും കുറച്ചാലും വേസ്റ്റേജ് കുറച്ചാലും എന്ത് ചെയ്താലും നമുക്കവിടെ ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൊടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു അൺകൺട്രോളബിൾ കോസ്റ്റ് ആയിട്ട് പറയാം. അടുത്തത് നോർമാലിറ്റി, നോർമൽ കോസ്റ്റ് ആൻഡ് അബ്നോർമൽ കോസ്റ്റ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് അറ്റ് ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ കണ്ടീഷൻ ഇൻ വിച്ച് ദാറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് നോർമലി അറ്റൈൻഡ്. അതായത് ഇറ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ഒരു പർട്ടിക്കുലർ കോസ്റ്റ്, അത് നമ്മൾ എങ്ങനെ നോക്കിയാലും ആ ഒരു നോർമൽ കോസ്റ്റ് അവിടെ ഇൻകോർഡ് ആവുക തന്നെ ചെയ്യും. ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് അവിടെ ഇൻകോർഡ് ആവും, അല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ ലേബർ റിലേറ്റഡ് ആയിക്കോട്ടെ, മെറ്റീരിയൽ റിലേറ്റഡ് ആയിക്കോട്ടെ, നോർമലി ആ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് നോർമലി ഇൻകോർഡ് ആവുന്ന എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ, നോർമൽ കോസ്റ്റ്. അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ കോസ്റ്റ് വിച്ച് ഈസ് നോട്ട് നോർമലി ഇൻകോർഡ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദ കണ്ടീഷൻ ഇൻ വിച്ച് ദാറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് നോർമലി അറ്റൈൻഡ്. അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ നോർമലി ഇൻകോർഡ് ആവുന്നതല്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫയർ വരിക, തെഫ്റ്റ് വരിക, ഇതൊക്കെ അബ്നോർമൽ ലോസസുകളാണ്. അതായത് നമുക്ക് ശരിക്കും നമ്മൾ നോർമലി ഒരു ഓർഗനൈസേഷനിൽ ഇൻകോർഡ് ആവുന്ന കോസ്റ്റുകളല്ല. ഓക്കെ, നോർമലി ഇൻകോർഡ് ആവുന്നതല്ലേ. ഇപ്പം നോർമലി ഇൻകോർഡ് ആവുന്നതാണോ ഫയർ എന്ന് പറയുന്നത്, തെഫ്റ്റ് എന്ന് പറയുന്നത്? അല്ല. അപ്പം അത്തരത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ചില കോസ്റ്റുകളുണ്ട്. അത് നമ്മുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, സാരമായിട്ട് ബാധിക്കും. ശരിക്കും അതൊരു അബ്നോർമൽ ലോസസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ടൈമിൻ്റെ ബേസിൽ നമുക്ക് കോസ്റ്റിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ്, എസ്റ്റിമേറ്റഡ്, സ്റ്റാൻഡേർഡ്. അങ്ങനെ നമുക്ക് 4ആയിട്ട് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. സോ ഫസ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് ടൈമിൻ്റെ ബേസിൽ എങ്ങനെയാണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഫസ്റ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദ യൂഷ്വൽ മെത്തേഡ് ഓഫ്
determining actual cost of operation based on the actual expenses incurred during the period. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ശരിക്കും നമ്മളൊരു പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് മുന്നേ എന്താണോ നമുക്ക് ആക്ച്വലി ഇൻകേർഡ് ആയിട്ടുള്ളത് അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് ഒരു ഫർദർ ഡിസിഷൻ മേക്കിങ്ങിലോട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, അത് യൂസ് ചെയ്യുകയാണ്. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് ടേം ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്നുള്ള മീനിങ്ങിലല്ല, എന്താണ് ദ കോസ്റ്റ് വിച്ച് ഇൻക്വേർഡ് ഇൻ പാസ്റ്റ്, ഓക്കെ, ദാറ്റ് ഹെൽപ്പ് ഫോർ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. നമുക്ക് അങ്ങനെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെ ടേം ചെയ്യാം. പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ് ബിഫോർ ദ ആക്ച്വൽ ഓപ്പറേഷൻ സ്റ്റാർട്ട്സ് on the basis of specifications and historical cost data of earlier period. അതായത് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ മുൻകൂട്ടി കോസ്റ്റ് നിശ്ചയിക്കും. ഇതിപ്പം ഹിസ്റ്റോറിക്കൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു പർട്ടിക്കുലർ മെഷീനറി വാങ്ങിക്കുന്നു. സോ നമുക്ക് അവിടെ ഒരു കോസ്റ്റ് ഇൻകോർഡ് ആയി. സോ എത്രയാണോ നമ്മൾ ആ ആക്ച്വൽ കോസ്റ്റ് ഇൻകോർഡ് ആയത് അതിൻ്റെ ബേസിലായിരിക്കും നമ്മളൊരു ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പർച്ചേസിലോട്ട് പോകുന്നത്. പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കും ഇത്രയായിരിക്കും അതിൻ്റെ കോസ്റ്റ്, ഓക്കെ, ഇത്രയായിരിക്കും അതിൻ്റെ കോസ്റ്റ്. ചിലപ്പോൾ നമ്മൾ ആ പ്രീ ഡിറ്റർമൈൻഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുൻകൂട്ടി നിശ്ചയിക്കുന്നത്. സോ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ് ബിഫോർ ദ ആക്ച്വൽ ഓപ്പറേഷൻ സ്റ്റാർട്ട്സ്. ഇത് ആക്ച്വൽ ആണ്. ഇത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുമ്പം ആക്ച്വലി ഡിറ്റർമൈനിങ് ആണ്. സോ ദ മെത്തേഡ് ഓഫ് ഡിറ്റർമൈനിങ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആണ്. ഇത് ആക്ച്വലി സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇത്രയായിരിക്കുമെന്ന് നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്യുകയാണ്. സോ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ് ബിഫോർ ദ ആക്ച്വൽ ഓപ്പറേഷൻ സ്റ്റാർട്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഓഫ് ഏർലിയർ പീരീഡ്. എങ്ങനെയാണ് നമ്മൾ ഈ പ്രീ ഡിറ്റർമൈൻഡ് ചെയ്യുന്നത്? ഒന്നുകിൽ നമ്മൾ ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ ബേസിലായിരിക്കും നമ്മൾ മുൻകൂട്ടി ആ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ ഓർഡർ ഫോർ സബ്മിറ്റിംഗ് പ്രൈസ് കൊട്ടേഷൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഒരു ടെൻഡർ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുകയാണ്. ടെൻഡർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളെ കോസ്റ്റ് അവിടെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മൾ എസ്റ്റിമേഷൻ ആണ്. അതായത് ഓരോ സെക്ഷനിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലും ഇത്ര കോസ്റ്റ് ഇൻകോർഡ് ആവും എന്നുള്ളത്, നമ്മൾ ഓരോ ലെവൽസിലും എത്ര കോസ്റ്റ് ഇൻകോർഡ് ആവും എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ എടുക്കുകയും ഇത്രയും എമൗണ്ടിനുള്ളിൽ നമുക്ക് ആ വർക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുമെന്നുള്ള ഒരു എസ്റ്റിമേഷൻ നമ്മൾ ഇടും. ഇല്ലേ, ഒരിക്കലും നമുക്ക് എത്രയാവും നമുക്ക് ചെയ്താലല്ലേ അറിയത്തുള്ളൂ. ഇപ്പം എത്ര ചിലവാകുമോ എന്നുള്ളത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. പക്ഷേ ടെൻഡറിൽ അങ്ങനെയല്ല. നമുക്കിപ്പോൾ ഇത്ര രൂപയ്ക്ക് അത് ചെയ്ത് തീർക്കാൻ സാധിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു എസ്റ്റിമേഷൻ അവിടെ നമ്മൾ എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ടെൻഡറിൽ നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ സോ ഇവിടെയും ഈ ടെൻഡർ ബേസിലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ എസ്റ്റിമേഷൻ കോസ്റ്റ് എന്ത് ചെയ്യുന്നത് കൂടുതലും ഉപയോഗിക്കുന്നത്. നമുക്ക് മേ ബി അത് പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ബേസിലും ഹിസ്റ്റോറിക്കൽ ഡേറ്റയുടെ ഇൻഫ്ലുവൻസ് എല്ലാം ഇതിൻ്റെ അകത്ത് വരാം. പക്ഷേ എന്താണ് നമ്മൾ ഇത്രയും എമൗണ്ട് അല്ലെങ്കിൽ ഇത്രയും പർട്ടിക്കുലർ കോസ്റ്റിലാവുമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എസ്റ്റിമേറ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, അവിടെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ ഓർഡർ ഫോർ സബ്മിറ്റിംഗ് പ്രൈസ് കൊട്ടേഷൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് അല്ലേ. ചിലപ്പോൾ നമ്മൾ എസ്റ്റിമേഷൻ ചെയ്തതിൻ്റെ അകത്ത് നിൽക്കാം, അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് നമുക്കവിടെ ഇൻകോർഡ് ആവാം. അടുത്തത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ്. ഇറ്റ് ഈസ് സയന്റിഫിക്കലി പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ആപ്ലിക്കബിൾ ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ഇപ്പോൾ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരേ മീനിങ്ങിലാണ് വരുന്നത്. പക്ഷേ പ്രീ ഡിറ്റർമൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ഇത്ര എമൗണ്ടിൽ നമുക്ക് ചെയ്യാം നമ്മൾ വളരെ വാല്യൂ ആയിട്ട്, വളരെ നമ്മൾ കെയർലെസ് എന്നുള്ള രീതിയല്ല, അല്ലെങ്കിൽ ഒത്തിരി മച്ച് പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മളൊരു ഗസ് അടിക്കുവാണ്. ഇത്രയും എമൗണ്ടിൽ നമുക്ക് ചെയ്യാം, പ്രീ ഡിറ്റർമൈൻഡ് ചെയ്യാം എന്ന് നമുക്ക് പറയാം. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കലി സയൻറ്റിഫിക്കലി നമ്മളത് എന്ത് ചെയ്യുവാണ്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു, നമുക്ക് ആക്ച്വൽ പെർഫോമൻസും അതുപോലെ തന്നെ എന്താണ് പ്രീ ഡിറ്റർമൈൻഡ് ചെയ്തിട്ടുള്ള
കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡിനുള്ളിൽ തന്നെയാണോ അത് നമുക്ക് ആ കോസ്റ്റ് വന്നിട്ടുള്ളതെന്ന് നോക്കുക. ദെൻ അതിൻ്റെ വേരിയൻസ് നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ വേരിയൻസിൻ്റെ ബേസിൽ എന്താണ് നമ്മളത് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കുകയും ചെയ്യുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒന്നാണ് എന്ത്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് മെറ്റീരിയൽ ആണെങ്കിലും ലേബർ ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യുകയും ദെൻ ആ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുകയും ചെയ്യുന്നു. ചിലപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, വേരിയൻസ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ദെൻ ഇറ്റ്സ് ഓൾസോ ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ് ടു കറക്റ്റ് ഇറ്റ്. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കുമ്പോൾ പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും ഒക്കെ നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇത് സയൻറ്റിഫിക്കലി പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് നമ്മൾ എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു. പിന്നെ അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അത് നമ്മൾ വളരെ ഒരു ഗസ് വർക്ക് അല്ലാതെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ആ ഒരു പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത് അതിൻ്റെ വേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് സയൻറ്റിഫിക്കലി പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ആപ്ലിക്കബിൾ ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. അടുത്തത് നോക്കാം, ഇൻ റിലേഷൻ ടു പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് രണ്ട് രീതിയിൽ നമുക്ക് തിരിക്കാം. ഇൻ റിലേഷൻ ടു പ്രോഡക്റ്റ്, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻകോർഡ് ഫോർ എ പർട്ടിക്കുലർ കോസ്റ്റ് ഓർ യൂണിറ്റ് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ലിങ്ക്ഡ് വിത്ത് ദാറ്റ് കോസ്റ്റ് യൂണിറ്റ്. ഡയറക്റ്റ്ലി നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ പറഞ്ഞ അതേ ഒരു രീതി തന്നെയാണ് നമുക്ക് ആ പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്തിട്ടുള്ള കോസ്റ്റാണ് ഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇറ്റ് ഈസ് ഇൻകോർഡ് ഫോർ നമ്പർ ഓഫ് കോസ്റ്റ് യൂണിറ്റ്സ്. ഇറ്റ് cannot be identified to a given cost object and incurred for maintaining facilities for such production or services. നേരത്തെ പറഞ്ഞ പോലെ അത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ പോലെ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ആ കോസ്റ്റ് യൂണിറ്റുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് ഇതുമായിട്ട് അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തു നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണെങ്കിലോ ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള ഇൻഡയറക്റ്റ് മെറ്റീരിയലും ലേബറും ഒക്കെ നമുക്ക് ഇതിനുള്ളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സോ ക്ലാസിഫിക്കേഷൻ ഇൻ റിലേഷൻ ടു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷൻ അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ജനറലൈസ് ചെയ്ത് ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നൊരു ക്ലാസിഫിക്കേഷൻ കൊടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. അടുത്തത് കോസ്റ്റ് അനാലിസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് പഠിച്ചു. നേരത്തെ പറഞ്ഞ പോലെ നോർമാലിറ്റി, കൺട്രോളബിലിറ്റി, ഫംഗ്ഷൻ്റെ ബേസിലും നേച്ചറിൻ്റെ ബേസിലും ഒക്കെ നമ്മൾ പല ടൈപ്പ് ഓഫ് കോസ്റ്റുകൾ പഠിച്ചു. ഇനി ഒരു ഡെസിഷൻ മേക്കിംഗ് പർപ്പസിൻ്റെ ഏരിയയിലോട്ട് വരികയാണ് എങ്കിൽ അവിടെ നമ്മൾ കുറച്ചധികം കോസ്റ്റ് കോൺസെപ്റ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. എക്സാമിന് ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്തൊക്കെയാണ് അങ്ങനെ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് പർപ്പസിലോട്ട് ഉപകരിക്കുന്ന കോസ്റ്റ് കോൺസെപ്റ്റ്സുകൾ ഏതൊക്കെയാണ്? സോ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് കേട്ടോ. ആദ്യത്തേത് എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ദ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ്. ഞാൻ ഈ ഒരു കേസിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് അതിലോട്ട് വരാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 10,000 റുപ്പീസ് ഉണ്ട്, എൻ്റെ കയ്യിലിരിക്കുവാണ്. സോ ഞാനിതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിലോട്ടാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഒന്നുകിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ 10,000 റുപ്പീസിൽ എന്ത് ചെയ്യാം, ഗോൾഡ് വളരെ പാടാണല്ലേ, എന്നാലും കുഴപ്പമില്ല. ഒന്ന് ആലോചിച്ചോളുക, എന്ത് ചെയ്യാം, എനിക്ക് എന്തെങ്കിലും ഒരു ഗോൾഡിലോട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇടാം. ഗോൾഡിലോട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇടാം, അല്ലെങ്കിൽ എനിക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലേ. അതുമല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബാങ്കിൽ കൊണ്ടുപോയി എനിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം. അപ്പോൾ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കൊണ്ട് എനിക്ക് പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അല്ലേ. ഈ പറഞ്ഞ ബാങ്കിലിടുക, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നതെല്ലാം ഓരോ ഓൾട്ടർനേറ്റീവ്സ് ആണ് അല്ലേ. അപ്പോൾ എനിക്ക് ഈ ഒരു ഫണ്ട് കൊണ്ട് പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നിൽ എന്ത് ചെയ്യാം, മുടക്കാം. പക്ഷേ ഏതെങ്കിലും ഒന്നിലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. ഒന്ന് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ അല്ലേ. അത്ര വലിയ എമൗണ്ട് ഇല്ല, വളരെ കുറച്ച് എമൗണ്ടേ ഉള്ളൂ. സ്പ്ലിറ്റ് ചെയ്തൊന്നും ഇടുന്നില്ല, ഒരെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്,
ഞാൻ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യുവാണ്, ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ എനിക്ക് കിട്ടാവുന്ന പലിശയും, അല്ലെങ്കിൽ ഒരു ഷെയർ മാർക്കറ്റിൽ ഇട്ടാൽ എനിക്ക് അവിടുന്ന് കിട്ടാവുന്ന പ്രോഫിറ്റിനെയും ഞാൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ 10,000 രൂപ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലേ? അതായത് എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പല ഓൾട്ടർനേറ്റീവ്സും എൻ്റെ മുന്നിലുണ്ടായിട്ടും ഞാൻ അതിൽ ഒരു ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുന്നുള്ളൂ. ഞാൻ ഒരു ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനോടൊപ്പം ഉള്ള അതർ ഓൾട്ടർനേറ്റീവ്സിനെ ഞാൻ റിജക്റ്റ് ചെയ്യുകയും, വെറുതെ റിജക്റ്റ് ചെയ്യുവാണോ? അല്ല, ആ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള ബെനിഫിറ്റ്സിനെ ഞാൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ മറ്റൊരു ഓപ്ഷൻ എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്. അത്തരത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റ് ഓൾട്ടർനേറ്റീവ്സിൻ്റെ ബെനിഫിറ്റ്സുകളെ സാക്രിഫൈസ് ചെയ്ത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന കോസ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. സാക്രിഫൈസിങ് കോസ്റ്റാണത്, അല്ലേ? മറ്റതിനെല്ലാം സാക്രിഫൈസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടാനുള്ള ബെനിഫിറ്റുകളെ ഞാൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ വേറൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്. സോ ആ സാക്രിഫൈസ് ചെയ്യുന്ന അവിടെ എനിക്കുണ്ടാകുന്ന കോസ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. സോ എങ്ങനെ നമുക്ക് പറയാം, ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ്, അല്ലേ? മറ്റ് ഓപ്ഷനിൽ നിന്ന് കിട്ടാനുള്ള ബെനിഫിറ്റുകളെ ഞാൻ അവിടെ സാക്രിഫൈസ് ചെയ്യുവാണ്. ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് എൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. It is a benefit foregone or lost by rejecting a particular competing alternative to another competing alternative choice. അല്ലേ? മറ്റൊന്ന് നേടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുവാണ്, അല്ലേ? ഇപ്പോൾ നമുക്കാണെങ്കിലും പല ഡ്രീംസ് ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും പല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഒന്നിലേക്ക് എത്തുക. അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. The benefit lost is usually the profit that might have been earned from the റിജക്റ്റഡ് ഓൾട്ടർനേറ്റീവ്, അല്ലേ? അത് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുമായിരുന്നില്ലേ? അത് നമ്മൾ കളഞ്ഞുകൊണ്ടല്ലേ. അപ്പം ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇവിടെ ഈ ഒരു കോസ്റ്റ് എന്ത് ചെയ്യുന്നത്, വരുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ അല്ലേ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അടുത്തത് സങ്ക് കോസ്റ്റ്. It is a cost incurred in the past and has no effect on future decision making. എപ്പോഴും നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റും സങ്ക് കോസ്റ്റും ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഒരു മിഷനറി വാങ്ങിച്ചു, നമുക്കൊരു ആക്ച്വൽ കോസ്റ്റ് ആയി, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു റെഫറൻസ് മേ ബി നമുക്ക് ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിലോട്ട് നമ്മൾ എടുക്കുന്നു. ഇനി സങ്ക് കോസ്റ്റ് എന്ന് വെച്ചാൽ ഇതും പാസ്റ്റിൽ ഇൻകോർഡ് ആയ കോസ്റ്റ് ആണ്, പക്ഷെ ഒരിക്കലും നമ്മൾ അതിനെ ഒരു ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിലോട്ട് നമ്മൾ എടുക്കുന്നില്ല, കളയുകയാണത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ സങ്ക് കോസ്റ്റ് കൊണ്ട് ടേം ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കോസ്റ്റ് ഇൻകോർഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഹാസ് നോ എഫക്റ്റ് ഓൺ ഫ്യൂച്ചർ decision making. Then for example, when a replacement of an asset is under consideration, the undepreciated value of an existing asset is a sunk cost. അപ്പോൾ നമ്മളൊരു അസറ്റ് റീപ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ആ ഒരു അസറ്റിൻ്റെ ഒരു ഫ്യൂച്ചർ ഒരു ഇതില്ല, ഇനി മുന്നോട്ട് നമ്മൾ ആ അസറ്റ് എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ആ അസറ്റിനെ കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, പുതിയൊരു അസറ്റ് നമ്മളവിടെ റീപ്ലേസ് ചെയ്യുവാണ്. സോ അവിടെ അൺഡിപ്രീസിയേറ്റഡ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത് നമ്മളവിടെ ഇഗ്നോർ ചെയ്യപ്പെടുവാണ്. ഫ്യൂച്ചറിലായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടോ? ഇല്ല. നമുക്കിതിനെ സങ്ക് കോസ്റ്റായിട്ട് എന്ത് ചെയ്യാം, ടേം ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ഹിസ്റ്റോറിക്കൽ കോസ്റ്റും സങ്ക് കോസ്റ്റും നമുക്ക് പാസ്റ്റലി ഇൻകോർഡ് ആവുന്ന കോസ്റ്റാണ് നമ്മൾ കോമൺ പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിലോട്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ, അടുത്തത് ഇംപ്യൂട്ടഡ് ഓർ നോഷണൽ കോസ്റ്റ് ആണ്. നമുക്ക് രണ്ട് പേരും ഒന്ന് ഓർത്തോളുക, ഇംപ്യൂട്ടഡ് ഓർ നോഷണൽ കോസ്റ്റ്. ദോസ് കോസ്റ്റ് which appear only in cost accounts are notional cost or notional charge. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മാത്രമേ ഇത്തരത്തിലുള്ള, അതായത് ഐറ്റം വിച്ച് അപ്പിയർ ഓൺലി ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനമായിട്ടുമാണ് നോഷണൽ ചാർജസ്. ഇത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മാത്രമേ നമ്മൾ കാണിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് എ കോസ്റ്റ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ടു റെപ്രസെൻറ്റ് ബെനിഫിറ്റ് എൻജോയ്ഡ് ബൈ ആൻ എൻറ്റിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് no actual expenses is incurred. Notional rent charged on business premises owned by the proprietor, interest on capital etc. are notional charges. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിൽ ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വെച്ചോ, ഒരിക്കലും ഞാൻ
എൻ്റെ ബിൽഡിങ്ങിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് എൻറ്റിറ്റി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് മാസം തോറും ഒരു റെൻറ്റ് ഞാൻ എഴുതി മേടിക്കുമോ, അല്ലെങ്കിൽ ഞാനൊരു റെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് കൺസേൺ എന്താണ്, ആ ഒരു റെൻ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് അവിടെ ചാർജ് ചെയ്യപ്പെടുമോ? ഇല്ല. കാരണം അയാളുടെ തന്നെ ഓൺ ബിൽഡിംഗ് ആണ്. പക്ഷെ നമ്മൾ കമ്പനി അക്കൗണ്ട്സിൽ നമ്മൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പ്രിൻസിപ്പിളിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ഈ നോഷണൽ ചാർജസ് എന്ന് പറയുമ്പോൾ അയാളുടെ ഓൺ പ്രെമിസസിൽ അയാൾ ആ ബിസിനസ് കൊണ്ടുപോവാണ്. പക്ഷെ അവിടെ അങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ അതാണ് നോഷണൽ ചാർജസ്. ഇറ്റ് ഈസ് കോസ്റ്റ് ടേക്കൺ ഇൻ ദ അക്കൗണ്ട് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ ടു റെപ്രസെൻറ്റ് എ ബെനിഫിറ്റ് എൻജോയ്ഡ് ബൈ ആൻ എൻറ്റിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് നോ ആക്ച്വൽ എക്സ്പെൻസ് ഈസ് ഇൻകേർഡ്. ശരിക്കും ആ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങനെ ഒരു എക്സ്പെൻസ് റെൻറ്റ് നമ്മൾ എഴുതി ഈടാക്കുന്നുണ്ടോ അയാളുടെ സ്വന്തം ബിൽഡിങ്ങിൽ? ഇല്ല. അതിനെയാണ് നമ്മൾ നോഷണൽ ചാർജസ് എന്ന് പറയുന്നത്. നോഷണൽ റെൻറ്റ് ചാർജ്ഡ് ഓൺ ബിസിനസ് പ്രിമിസസ് ഓൺഡ് ബൈ ദ പ്രൊപ്പറേറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമുക്കിത് അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മാത്രമേ ഇത് എടുക്കുള്ളൂ കേട്ടോ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ നമ്മുടെ പ്രിൻസിപ്പിൾസിന് മാച്ചായ കാര്യമല്ല അത്. അപ്പോൾ ഇവിടെ സ്വന്തം അയാൾ തുടക്കത്തിൽ കുറേ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അയാളുടെ ഓൺ ബിൽഡിങ്ങിൽ അയാളൊരു ബിസിനസ് കൺസേൺ എന്ത് ചെയ്യുവാണ്, വളർത്തിക്കൊണ്ട് വരികയാണ്. സോ അതിന്മേൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ അതിന്മേൽ ഒരു റെൻറ്റോ എന്ത് ചെയ്യുന്നില്ല, അവിടെ ചാർജ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അതാണ് അവിടെ. അങ്ങനെ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്തെന്ന് വിളിക്കാം? നോഷണൽ ചാർജസ് എന്ന് വിളിക്കാം. സോ നോഷണൽ റെൻറ്റ് ചാർജ്ഡ് ഓൺ ബിസിനസ് പ്രിമിസസ് ഓൺഡ് ബൈ ദ പ്രൊപ്പറേറ്റർ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർ നോഷണൽ ചാർജസ് അല്ലേ. ബെനിഫിറ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആക്ച്വലി അങ്ങനെ ഒരു എക്സ്പെൻസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നില്ല. പക്ഷെ നമ്മൾ ആ എക്സ്പെൻസിനെ എങ്ങനെ ടേം ചെയ്യാം? നോഷണൽ ചാർജസ് എന്ന് ടേം ചെയ്യാം. Then conversion cost. Conversion cost, it refers to the cost changing or converting direct material into partly, not parity, it's partly or fully finished products or from one stage of production to next. കൺവേർഷൻ കോസ്റ്റ് നമ്മൾ പറഞ്ഞു പല സ്റ്റേജസും പല പ്രൊഡക്ഷൻ പ്രോസസ്സും ഉണ്ട്. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽസ് ആയിട്ട് ഇരിക്കുവാണ്, ആ റോ മെറ്റീരിയൽസിന് നമ്മൾ സെമി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഇല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് പ്രോഡക്ട്സിന് നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് കൺവേർഷൻ. അപ്പോൾ ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഇൻക്ലൂഡ് ആവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് ചേഞ്ചിങ് ഓർ കൺവേർട്ടിംഗ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻ ടു partly or fully finished products from one stage of production to another. In conversion cost, the cost of raw materials is left out. അല്ലേ, ഈ കൺവേർഷനിലാവുമ്പോൾ എന്ത് ചെയ്യും? ഈ റോ മെറ്റീരിയൽസ് എല്ലാം കൺവേർട്ടായി അവിടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫോമിലോട്ട് മാറുകയാണ്. അടുത്തത് എന്താണ്? റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ് കേട്ടോ. റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്താ പറയുന്നത്? റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഈസ് Replacement cost is a cost at which the material identical to be replaced would be purchased at the date of valuation. It is a cost replacing an asset at any given point of time, either at present or in the future. എന്താണ് ഒരു മെറ്റീരിയൽ അവിടെ എന്ത് ചെയ്യുവാണ്, നമ്മൾ റീപ്ലേസ് ചെയ്യുവാണ്. പേരിൽ തന്നെയുണ്ട്. ഇപ്പം ഇത്തരത്തിലുള്ള കോസ്റ്റുകളൊന്നും നമ്മൾ ഒത്തിരി കൺഫ്യൂഷൻ അടിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൺവേർഷൻ കോസ്റ്റ് പോലെ തന്നെ അതേ രീതിയിൽ തന്നെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എടുത്താൽ മതി. അവിടെ നമ്മൾ മെറ്റീരിയൽ എന്ത് ചെയ്യുവാണ്, അവിടെ അല്ലെങ്കിൽ ഒരു അസറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇൻകേർഡ് ആവുന്ന കോസ്റ്റ്. സോ ഇറ്റ് ഈസ് എ കോസ്റ്റ് റീപ്ലേസിങ് ആൻ അസറ്റ് അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം, എയ്തർ അറ്റ് പ്രസന്റ് ഓർ ഇൻ ദ ഫ്യൂച്ചർ. അടുത്തത് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓൾറെഡി പറഞ്ഞു. എന്നാലും നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് പർപ്പസിലോട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോസ്റ്റ് എന്നുള്ള ഹെഡിൽ കൂടെ നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പഠിക്കണം. സോ ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഈസ് ദ ആക്ച്വൽ കോസ്റ്റ് ഡിറ്റർമൈൻഡ് ആഫ്റ്റർ ദ ഇവന്റ്. ദ കോസ്റ്റ് വിച്ച് ആർ അസർട്ടൈൻഡ് ആഫ്റ്റർ ദെയർ occurrence ആർ കോൾഡ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. Costs are available only when the production of a particular thing has been already done. Cost have only historical value, not help for the cost control purpose. നമുക്ക് കോസ്റ്റ് കൺട്രോൾ പർപ്പസിലോട്ട് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പർട്ടിക്കുലർ അസറ്റ് നമ്മൾ വാങ്ങിച്ചു, നമുക്ക് ആക്ച്വലി അവിടെ ഒരു കോസ്റ്റ് ഇൻക്ലൂഡ് ആയി.
നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടൊന്നുമല്ല, നമുക്ക് ആക്ച്വലി നമുക്ക് എന്താണ് അവിടെ ഒരു കോസ്റ്റ് നമ്മൾ ഇൻകോർഡായി. സോ ഇതിൻ്റെ ബേസിൽ നമുക്കൊരു ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ പർച്ചേസ് ഡിസിഷൻ്റെ ബേസിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്നൊരു ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരിക്കലും നമുക്കൊരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കോസ്റ്റ് ഇൻകോർഡ് ആവുന്നതിന് മുന്നെയാണ് നമ്മളത് എന്ത് ചെയ്യാനുള്ളത്, കൺട്രോളിങ് മെഷേഴ്സ് നമ്മൾ എടുക്കുന്നത്. ഒരു കോസ്റ്റ് ഇൻകോർഡ് ആവുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, അല്ലെ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുന്നേ അല്ലെ അത് വരാതിരിക്കാനുള്ള മെഷർ അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കുന്നത് അത് സംഭവിക്കുന്നതിന് മുന്നേ അല്ലേ. അപ്പോൾ ഇവിടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുമ്പം ദ കോസ്റ്റ് വിച്ച് ഈസ് ഓൾറെഡി ഇൻകോർഡ് ആണ്. അപ്പം ഓൾറെഡി ഇൻകോർഡ് ആയിട്ടുള്ളൊരു കോസ്റ്റിൽ കോസ്റ്റ് കൺട്രോളിങ് ടെക്നിക്സുകൾ ആപ്ലിക്കബിൾ ആണോ? അല്ല. ചിലപ്പോൾ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വരുമ്പോൾ ചോദിക്കാം, ഈ ഒരു പോയിന്റ് ചോദിക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. കോസ്റ്റ് ഹാവ് ഓൺലി ഹിസ്റ്റോറിക്കൽ വാല്യൂ ആൻഡ് നോട്ട് ഹെൽപ്ഫുൾ ഫോർ ദ കോസ്റ്റ് കൺട്രോൾ പർപ്പസ്. ഇല്ല, ഇനി നമ്മൾ വരാൻ പോകുന്ന കോസ്റ്റ് അല്ല, ഇത് ഓൾറെഡി ഇൻകോർഡ് ആയിട്ടുള്ളൊരു കോസ്റ്റാണ്, നമ്മൾ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കോസ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഓൾറെഡി ഇൻകോർഡ് ആയ കോസ്റ്റിൽ ഒരിക്കലും നമുക്ക് കോസ്റ്റ് കൺട്രോളിങ് മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ. Then differential cost. Difference in cost between particular level of activity or a particular course of activity and another. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു, ഇനി നമ്മൾ അടുത്ത ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലോട്ട് പോവുകയാണ്. സോ നമ്മൾ ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ നമുക്ക് കോസ്റ്റ് എത്ര ഇൻകോർഡായി, ഏതാണ് അവിടെ കുറവ് വന്നത്, അല്ലെങ്കിൽ ഏത് പ്രോസസ്സിലാണെങ്കിൽ ഏത് ലെവലിലാണ് അവിടെ കോസ്റ്റ് കൂടിയത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെ പല രീതിയിലും കോസ്റ്റിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കൺട്രോൾ കുറച്ചുകൂടെ എളുപ്പമാവും. കാരണം ഇന്ന ടൈപ്പ് കോസ്റ്റാണ് കൂടുതലായത്, അപ്പോൾ അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, റെഡ്യൂസ് ചെയ്യാനുള്ളത്. അവിടെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അവിടെ നമുക്ക് എങ്ങനെ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് എന്താണ് ആ ഒരു വേരിയൻസ് എങ്ങനെ മാറ്റാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റിയെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി കഴിഞ്ഞു, നമ്മൾ ആ കോസ്റ്റ് എത്ര അക്യുമുലേറ്റ് ആയി എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. then അടുത്ത ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലോട്ട് കിടക്കുന്നു, അവിടെ നമുക്ക് എത്ര കോസ്റ്റ് ആയി എന്നുള്ളത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം. സോ ദ ഡിഫറൻസ് ഇൻ കോസ്റ്റ് ബിറ്റ്വീൻ പർട്ടിക്കുലർ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി ആൻഡ് another is known as ഒന്നും മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നു and is known as differential cost. If change in increase the cost, it is referred as incremental cost. If change decrease the cost, it is known as decremental cost. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ കോസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഇൻക്രിമെൻ്റൽ എന്നും അതുപോലെ തന്നെ ഡിക്രിമെൻ്റൽ എന്നും. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി കഴിഞ്ഞ് മറ്റൊരു ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലോട്ട് പോകുമ്പം കോസ്റ്റ് ചിലപ്പോൾ ഇൻക്രീസ് ആവാം, പ്രീവിയസ് ഒന്നിനേക്കാളും കോസ്റ്റ് കൂടാം, എങ്കിൽ അത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. ഇനി ചില കേസിലാണെങ്കിലോ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ആക്ടിവിറ്റി കഴിഞ്ഞ് മറ്റൊരു ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലോട്ട് പോകുമ്പോൾ കോസ്റ്റ് ഡിക്രീസ് ചെയ്യാം, അത് ഡിക്രിമെൻ്റൽ കോസ്റ്റ്. പേരിൽ തന്നെ ഉണ്ട്, കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇൻക്രിമെൻ്റൽ, ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ വെൻ കമ്പയർഡ് ടു അനദർ ലെവൽ ഓഫ് ആക്ടിവിറ്റി അത് ഡിക്രിമെൻ്റൽ കോസ്റ്റ്. അപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് ഓർത്തോളുക, ലെവൽ ഓഫ് ആക്ടിവിറ്റിയെ കമ്പയർ ചെയ്തുകൊണ്ടാണ്. അതിൽ രണ്ടായിട്ട് നമുക്ക് പറയാം, ഇൻക്രിമെൻ്റലും അതുപോലെ തന്നെ ഡിക്രിമെൻ്റൽ കോസ്റ്റും. അടുത്തത് മാർജിനൽ കോസ്റ്റ്. അടുത്ത കോസ്റ്റ് കൺസെപ്റ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടോട്ടൽ ഓഫ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ വേരിയബിലിറ്റിയുടെ ബേസിൽ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം കൂടെ ചേഞ്ച് ചെയ്യുന്ന ആളാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പഠിച്ചു. സോ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടോട്ടൽ ഓഫ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളതാണ്. ദ പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർ ഹെഡ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ് അഡീഷൻ കോസ്റ്റ് ഇൻക്വേർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ്. എന്താണ് മാർജിനൽ കോസ്റ്റ്? മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷനിൽ നമ്മളൊരു അഡീഷണൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കവിടെ ഉണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അഡീഷണൽ കോസ്റ്റ് എങ്ങനെയാണ് ഇൻക്ലൂഡ് ആവുന്ന വൈൽ വി ആർ പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ്. 10 പേന പ്രൊഡ്യൂസ് ചെയ്തു, 10 പേന പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് 100 രൂപയായി. ഞാൻ എന്താണ് ഒരു പേന അഡീഷണൽ ആയിട്ട് 11 പേന പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. 11 പേന എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താവും? വെറുതെ
പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ആ ഒരു പേന പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പോലും അവിടെ ലേബറും ക്യാപിറ്റലും റോ മെറ്റീരിയൽസും എല്ലാം എനിക്ക് വേണം. സോ അഡീഷണൽ എനിക്ക് ആ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ ഒരു അഡീഷണൽ കോസ്റ്റ് അവിടെ ഇൻകേർഡ് ആവുകയാണ്. അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് മാർജിനൽ കോസ്റ്റിൽ വേരിയബിൾ കോസ്റ്റ് മാത്രം എടുക്കുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു യൂണിറ്റ് ഞാൻ അവിടെ അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റ് ആര് മാത്രമാണ്? വേരിയബിൾ കോസ്റ്റ് മാത്രമാണ്. ഫിക്സഡ് കോസ്റ്റിന് ഒരു യൂണിറ്റ് അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ റെൻറ്റ് കൂടുതൽ കൊടുക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെവൽ കൂടുതൽ അവിടെ എനിക്ക് ഇലക്ട്രിസിറ്റി ചാർജ് അവിടെ ഈടാക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ അവിടെ ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ? വേരിയബിൾ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് അവിടെ ഇൻകേർഡ് ആവുന്നില്ല ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർജിനൽ കോസ്റ്റിൽ ഇറ്റ്സ് എ ടോട്ടൽ ഓഫ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാൻ കാരണം അവിടെ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് കോസ്റ്റ് മാത്രമേ ഇൻകേർഡ് ആവുന്നുള്ളൂ? ഔട്ട്പുട്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾ കോസ്റ്റ് മാത്രമേ അവിടെ ഇൻകേർഡ് ആവുന്നുള്ളൂ, ചാർജ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, സോ ഇറ്റ്സ് ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ് അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ്. നെക്സ്റ്റ്, റിസർച്ച് കോസ്റ്റ്. എന്തിനാണ് നമ്മൾ റിസർച്ച്? ഒരു മാർക്കറ്റിംഗ് റിസർച്ച് നടത്താറുണ്ട്. ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് സക്സസ് ആവുമോ, അല്ലെങ്കിൽ എന്ത് പ്രൈസിങ് പോളിസിയാണ് അവിടെ അഡോപ്റ്റ് ചെയ്യാനുള്ളത്? പല പ്രൈസിങ് പോളിസി ഉണ്ട്. ഇനിഷ്യലി നമുക്ക് ഹൈ പ്രൈസ് ചാർജ് ചെയ്യാം, ലോ പ്രൈസ് ചാർജ് ചെയ്യാം. എങ്ങനെയാണ് കസ്റ്റമറിൻ്റെ അപ്രോച്ച്, എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഒരു ഓർഗനൈസേഷൻ സ്പെൻഡ് ചെയ്യുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വിങ്ങിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണ് റിസർച്ച് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് സീക്കിംഗ് ഓർ സെർച്ചിങ് ഇംപ്രൂവ്ഡ് ഓർ ന്യൂ പ്രോഡക്ട്സ്, ന്യൂ ഓർ ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് അല്ലേ? മാർക്കറ്റിങ്ങിൻ്റെ ട്രെൻഡ് അനുസരിച്ചാണല്ലോ നമ്മളത് ചെയ്യേണ്ടത്. സോ ഇൻ ദ മോഡേൺ കോംപ്ലെക്സ് ഇൻഡസ്ട്രിയൽ വേൾഡ് സച്ച് ആസ് കോസ്റ്റ് ആർ ടു ബി ഇൻക്വേർഡ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ പ്രോഡക്ട്സ്, ടു കട്ട് ഡൗൺ ദ പ്രൈസസ്, ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സ് അല്ലേ? ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാവുന്നത്? നമ്മൾ റിസർച്ച് നടത്തിയിട്ടാണ്. റിസർച്ച് നടത്തണമെങ്കിൽ റിസർച്ച് ആൻഡ് എക്സ്പെൻഡിച്ചർ അവിടെ, ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ അവിടെ ഇൻകേർഡ് ആവും അല്ലേ? വെറുതെ നടത്തുമോ? ഇല്ല. അത് നല്ല എക്സ്പേർട്ടുകൾ, മാർക്കറ്റിംഗ് എക്സ്പേർട്സുകൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മളത് നടത്തുന്നത്. സോ അവിടെ നമുക്ക് കോസ്റ്റ് ഉണ്ടാവും. സോ അതാണ് റിസർച്ച് കോസ്റ്റ്. അടുത്തത് ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് ആണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ക്യാരിയിങ് കോസ്റ്റ്, ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അടുത്തിൻ്റെ മെറ്റീരിയൽ കൺട്രോളിലോട്ട് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്കിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാറുണ്ട്, ഈ ക്യാരിയിങ് കോസ്റ്റും കൺട്രോൾ കോസ്റ്റും ഒക്കെ കേട്ടോ. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ആ ടേം ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. സോ ക്യാരിയിങ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹോൾഡിംഗ് കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ എല്ലാം മേടിച്ചിട്ട് നമ്മൾ നേരെ പ്രൊഡക്ഷൻ വിങ്ങിലോട്ടാണോ കൊണ്ടുപോകുന്നത്? അല്ല, നമ്മളത് സ്റ്റോർ ചെയ്യും. നമുക്കിത് ഹോൾഡ് ചെയ്യണം അല്ലേ? ഇത് ഹോൾഡ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത് അല്ലേ? സോ ഇവിടെ നമുക്ക് ക്യാരി ചെയ്യുക, റോ മെറ്റീരിയൽസ് ക്യാരി ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അതിന് നമുക്ക് എക്സ്പെൻസ് ആവും. സോ ഇറ്റ് ഈസ് എ കോസ്റ്റ് ഇൻക്വേർഡ് ഓൺ ദ മെയിൻ്റനൻസ് ഓഫ് ഇൻവെൻറ്ററി, obsolescence cost of money locked up in the inventory obsolescence, storage space rent and cost of stores operation. ഈ പറയുന്ന പ്രൊഡക്ഷൻ ടൈം വരെ ഈ റോ മെറ്റീരിയൽസ് സൂക്ഷിക്കുക എന്ന് പറയുന്നത്, സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത്, അതിനൊരു സ്പേസ് ഉണ്ടാവും, അതിന് റെൻറ്റ് കൊടുക്കേണ്ടി വരും, അത് നോക്കി നടത്താൻ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും, ഒരു സ്റ്റോർ കീപ്പർ ഉണ്ടാവും, അപ്പോൾ ഇവർക്കൊക്കെ അതിൻ്റെ സാലറി കൊടുക്കേണ്ടി വരും. സോ ഇതെല്ലാം ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഹോൾഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആ ബിസിനസ്സിൽ ഉണ്ടാകുന്ന കോസ്റ്റുകളാണ്. ചിലപ്പം ഒബ്സൊലൻസസ് വരും, കാരണം നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കും, ടെക്നോളജി ചേഞ്ച് ചെയ്യാം, അപ്ഡേഷൻസ് വരാം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന റോ മെറ്റീരിയൽസ് ചിലപ്പോൾ നമുക്ക് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാം. അത്തരത്തിലുള്ള റിസ്ക് എലമെൻസുകളും ഇതിൻ്റെ അകത്തുണ്ട്. സോ ഇവിടെ നമ്മുടെ കോസ്റ്റ് ബേസ് ചെയ്ത് നമ്മൾ ചോദിക്കുവാണെങ്കിൽ ഈ ഇൻവെൻറ്ററി മെയിൻറ്റെയിൻ ചെയ്യുക, റോ മെറ്റീരിയൽസ് അതിപ്പം അത് പാർട്ട്ലി ഫിനിഷ്ഡ് ആയിട്ടുള്ളത് ഉണ്ടാവാം, ഫിനിഷ്ഡ് ആയിട്ടുള്ളത് ഉണ്ടാവാം, റോ മെറ്റീരിയൽസ് ഉണ്ടാവാം. അപ്പോൾ ഏതാണെങ്കിലും പല ടൈപ്പ് ഓഫ് ഇൻവെൻറ്ററീസുകൾ ഉണ്ടാവാം. അപ്പം അതെല്ലാം
എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഹോൾഡ് ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ടാസ്ക്കാണ്. അതിന് ഇൻകേർഡ് ആവുന്ന കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വെയർ ഹൗസ് റെൻറ്റ്, അതുപോലെ തന്നെ സ്റ്റോറേജ് കൊടുക്കുക. അപ്പം അത്തരത്തിൽ ഉണ്ടാവുന്ന കോസ്റ്റുകളാണ് ക്യാരിയിങ് കോസ്റ്റ് അഥവാ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് ഓർഡറിങ് കോസ്റ്റ് ആണ്. ഓർഡറിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ ദീസ് ആർ ദ കോസ്റ്റ് ഇൻക്വേർഡ് each time an order for the purchase of material is placed and are expressed as rupee cost per order and include the cost of getting an item into the firm inventory. ഇത് ക്യാരി ചെയ്യുന്ന പോലെ തന്നെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്, പർച്ചേസ് ഓർഡർ ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പർച്ചേസ് ഓർഡറിനും ഓരോ ഓർഡറിനും അതിൻ്റേതായ കോസ്റ്റ് ഉണ്ട്, ഓരോ പർച്ചേസ് ഓർഡറിനും അതിൻ്റേതായ കോസ്റ്റ് അവിടെ ഇൻകേർഡ് ആവുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ കണക്കിലെടുക്കണം. സോ ക്യാരിയിങ് കോസ്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് മെറ്റീരിയൽ കൺട്രോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നോക്കാനുണ്ട് EOQ. അപ്പം നമുക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദെൻ നോർമൽ കോസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് നോർമലി ഇൻകേർഡ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മെറ്റീരിയൽ, ലേബർ എക്സ്പെൻസസുകളൊക്കെ ഡയറക്റ്റ്ലി നമുക്ക് ഇൻകേർഡ് ആവുന്ന കോസ്റ്റുകളാണ്. ഇതെല്ലാം നമുക്ക് നോർമൽ കോസ്റ്റിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ തുടക്കത്തിലുള്ള ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് ടേം ചെയ്യുന്നത്, ഇനിഷ്യലി വരുന്ന കോസ്റ്റുകൾ. സോ അതെല്ലാം നോർമൽ കോസ്റ്റിലോട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ നോർമൽ കോസ്റ്റ് പറഞ്ഞു, എന്നാലും ഡിസിഷൻ മേക്കിംഗ് പർപ്പസിലോട്ട് എങ്ങനെയാണെന്നുള്ളത് ഒരു ഫർദർ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. It is a cost which is not normally incurred at any given level of output in the condition in which that level of output is normally attained. It is not included in the cost of production but charged to the costing profit and loss account. അപ്പോൾ നമുക്ക് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അബ്നോർമൽ കോസ്റ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഒരു സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോസ്, തെഫ്റ്റ് ഒക്കെ വരുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഉൾപ്പെടുത്താൻ സാധിക്കും കേട്ടോ. പക്ഷേ ഇത് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എന്താണ് ഇത് ഇൻക്ലൂഡഡ് അല്ല എന്ന് പറയുന്നത്, ഒരു കൺഫ്യൂഷൻ വരരുത്. അതായത് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡഡ് അല്ല. ഇൻക്ലൂഡഡ് ആണോ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡഡ് ആണോ? അല്ല. പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഒരിക്കലും സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വരില്ല, അത് സെപ്പറേറ്റ് കോസ്റ്റ് ആണ്. നമ്മൾ ബേസിസ് ഓഫ് ഫംഗ്ഷനിൽ പഠിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ട്, സെല്ലിങ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റുകളുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ വരെ, അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നത് വരെയുള്ള എക്സ്പെൻസസുകളിൽ ഇത് ഇൻക്ലൂഡഡ് ആവുമോ എന്ന് ചോദിച്ചാൽ ഇൻക്ലൂഡഡ് ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഈ പറയുന്ന സെല്ലിങ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഒക്കെ എന്താണ്, അത് കഴിഞ്ഞിട്ട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇത് ഇൻക്ലൂഡഡ് അല്ല എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ അത് ടോട്ടൽ കോസ്റ്റിൽ ഇൻക്ലൂഡഡ് അല്ലേ എന്ന് ചോദിച്ചാൽ ടോട്ടൽ കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ പ്രൊഡക്ഷൻ ഏരിയ മാത്രമല്ല, അഡ്മിനിസ്ട്രേഷനും സെല്ലിംഗ് ഏരിയ എല്ലാം ചേർന്നിട്ടുള്ളതാണ്. പക്ഷേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റിൽ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഇൻക്ലൂഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ അത് ഇൻക്ലൂഡഡ് അല്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയതിനു ശേഷമാണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസുകൾ അവിടെ ആഡ് ഓൺ ആയിട്ട് വരുന്നത്. കൺട്രോളബിൾ കോസ്റ്റ്, അൺകൺട്രോളബിൾ കോസ്റ്റ്. ഇപ്പം നമുക്ക് ഓർഗനൈസേഷനകത്തുള്ള റോ മെറ്റീരിയൽസ്, സപ്ലൈസ്, മെയിൻ്റനൻസ് എക്സ്പെൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസസ് ആണ്. ഓർഗനൈസേഷനകത്ത് ഒരു പ്രോപ്പർ മെക്കാനിസം നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ കേസിൽ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കേസിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഓർഗനൈസേഷനകത്ത് നമുക്ക് ഒരു പ്രോപ്പർ മെക്കാനിസത്തിലൂടെ നമുക്കത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത, നമ്മുടെ കയ്യിൽ നിൽക്കാത്തത് അല്ലേ. അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ, ഇൻഷുറൻസ്, റെൻറ്റ് ഒക്കെ നമുക്ക് അൺകൺട്രോളബിൾ കോസ്റ്റ് ആയിട്ട് പറയാം. നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഒക്കെ നമുക്ക് വരുന്ന കോസ്റ്റുകൾ എന്നുള്ള രീതിയിൽ ചിന്തിച്ചാലും നമുക്ക് കറക്റ്റ് ആക്കാം. അടുത്തത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ പറഞ്ഞു,
ഒരു കോസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ ഉപരി ഒരു ഡിസിഷൻ മേക്കിംഗ് പർപ്പസിൽ ഹെൽപ്ഫുൾ ആവുന്ന കോസ്റ്റ് കൺസെപ്റ്റിൽ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റും ഇൻക്ലൂഡഡ് ചെയ്യാം. ഇറ്റ് ഈസ് എ പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് ബേസ്ഡ് ഓൺ എ ടെക്നിക്കൽ എസ്റ്റിമേറ്റ് ഫോർ ദ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. നമ്മൾ എല്ലാത്തിലും ഒരു പ്രീഡിറ്റർമൈൻഡ് എന്നാണ്. മെറ്റീരിയൽ ആണെങ്കിലും ശരി, ലേബർ ആണെങ്കിലും ശരി, ഓവർഹെഡ് ആണെങ്കിലും ശരി, നമ്മളൊരു ടെക്നിക്കൽ എസ്റ്റിമേറ്റ് എന്ത് ചെയ്യാറുണ്ട്, അതിന് കൊടുക്കാറുണ്ട്. സോ ഡിറ്റർമിനേഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഇൻ അഡ്വാൻസ്. ഓക്കെ, അപ്പം അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഡിറ്റർമിനേഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ അഡ്വാൻസ്, അതായത് നമുക്ക് എങ്ങനെയാണ്, എത്രയാണ് അവിടെ കോസ്റ്റ് ഇൻക്ലൂഡ് ആവുന്നുള്ളത് നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നു. ഓക്കെ, അതൊരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ ബേസിലാവാം, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിലാവാം. നെക്സ്റ്റ് അവോയ്ഡബിൾ കോസ്റ്റ്, അൺഅവോയ്ഡബിൾ കോസ്റ്റ്. അപ്പോൾ ഇതൊക്കെ എന്ത് പറയാം, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതെങ്ങനെയാ, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അല്ലേ. These are specifically incurred of an activity and they can be identified with the activity, and these can be avoided if such activity does not exceed cost of machinery hired for a particular product. എന്താണ്, നമുക്ക് ചില കോസ്റ്റുകൾ ഓർഗനൈസേഷനകത്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളുണ്ട്. ഇപ്പം നമുക്ക് അതിന് ആ ഒരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ചില മെഷീനറികൾ നമുക്ക് ഹയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഫെസിലിറ്റീസിൽ നമുക്കത് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ചില എക്സ്പെൻസസുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് അതർ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കുണ്ടാവും. അപ്പം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതുണ്ടാവും, ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അപ്പോൾ ഓർഗനൈസേഷനകത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ചില കോസ്റ്റുകൾ ഉണ്ടാവും അല്ലേ, അത് നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അത്തരത്തിലുള്ളതാണ് ഏത് അവോയ്ഡബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അൺഅവോയ്ഡബിൾ കോസ്റ്റ് നോക്കാം. The common cost apportioned to a particular activity of a business are usually unavoidable cost, as they cannot be avoided even if the activity does not exist. അതായത് നമുക്കിപ്പോൾ ചില കോസ്റ്റുകളുണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതായത് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, റെന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമ്മളത് എത്രത്തോളം അവിടെ യൂസ് ചെയ്തിട്ടില്ല എങ്കിലും എന്താണ്, നമുക്ക് റെന്റ് എന്ന് പറയുന്നത് അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അല്ലേ. കാരണം അതെന്താണ്, അത് ഹോൾ ഓർഗനൈസേഷനിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. ഒരിക്കലും ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ കോസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് റെന്റിനെ മാറ്റി നിർത്താൻ പറ്റില്ല. സോ അൺഅവോയ്ഡബിൾ കോസ്റ്റിൽ നമുക്ക് ഏത് പറയാം, റെന്റ് പറയാൻ സാധിക്കും. ഇപ്പോൾ അവോയ്ഡബിൾ നമുക്കിപ്പോൾ ഒരു ഹയർ ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ ഉള്ള ഫെസിലിറ്റീസിൽ പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഫാക്ടറിക്കകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷനാണ്. അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് വേണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം, അവോയ്ഡ് ചെയ്യാം, അവോയ്ഡ് ചെയ്യാതിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ അവോയ്ഡബിൾ കോസ്റ്റിനും അൺഅവോയ്ഡബിൾ കോസ്റ്റിനും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോസ്റ്റ് കോൺസെപ്റ്റ്സ് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിൽ എന്താണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റുകളാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ കുറച്ച് റിപ്പീറ്റേഷൻ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോസ്റ്റ് കോൺസെപ്റ്റ് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിലോട്ട് നമുക്ക് എന്താണ് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യങ്ങളാണ് രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് നോക്കിയോ.